നമസ്കാരം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യഥാർത്ഥ ലക്ഷ്യം ഗാസ സ്വന്തമാക്കുകയാണ് എങ്കിലും അത് തുറന്നു സമ്മതിക്കാൻ ഇപ്പോഴും തയ്യാറല്ല. നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് ഗാസയുടെ മോചനം മാത്രം തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ്. അതായത് യുദ്ധം ശക്തമാക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിൽ രാജ്യത്തിനകത്തും പുറത്തു നിന്നും പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് പദ്ധതിയെ ന്യായീകരിച്ച് നെതന്യാഹു എത്തിയത്. പ്രതിഷേധങ്ങളെ നുണകളുടെ ആഗോള പ്രചരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. വളരെ കുറഞ്ഞ നേരം കൊണ്ട് ഗാസയിൽ നിന്നും ഹമാസിനെ പുറത്താക്കുക, ഇസ്രയേൽ സൈന്യം പിന്മാറുക, ഇസ്രയേൽ ഉൾപ്പെടാത്ത സിവിലിയൻ ഭരണകൂടത്തിന് അധികാരം കൈമാറുക എന്നിവയാണ് തങ്ങളുടെ ലക്ഷ്യം. ജോലി തീർത്ത് ഹമാസിന്റെ പരാജയം പൂർത്തിയാക്കുകയല്ലാതെ ഇസ്രയേലിന് മറ്റു മാർഗമില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പക്ഷം. ജെറുസലേമിൽ വിദേശ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആസൂത്രിതമായ സൈനിക ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത്. പുതിയ ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇസ്രായേലിന്റെ യുദ്ധതന്ത്രത്തിനെതിരായ അന്താരാഷ്ട്ര വിമർശനം രൂക്ഷമാവുകയും ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവവികാസം. പ്രദേശത്തിന്റെ സ്ഥിരമായ നിയന്ത്രണം ഇസ്രായേൽ തേടുന്നുവെന്ന ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ഗാസയെ സൈനികവൽക്കരണം ഇല്ലാതാക്കുക, ഇസ്രായേലിന്റെ സുരക്ഷാ നിയന്ത്രണം മറികടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക, ഇസ്രായേൽ ഇതര സിവിലിയൻ ഭരണകൂടത്തിന്റെ കൈകളിൽ ഭരണം സ്ഥാപിക്കുക എന്നിവയാണ് ലക്ഷ്യമായി പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ഗാസയിലേക്ക് കൂടുതൽ വിദേശ പത്രപ്രവർത്തകരെ അനുവദിക്കാൻ അദ്ദേഹം സൈന്യത്തോട് ഉത്തരവിടുകയും ചെയ്തു. നിലവിലുള്ള കർശനമായ മാധ്യമ നിയന്ത്രണങ്ങളിൽ നിന്നുമുള്ള ശ്രദ്ധേയമായ മാറ്റത്തെയാണ് ഈ തീരുമാനം അടയാളപ്പെടുത്തുന്നത്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് ഹമാസിനെ തന്നെയാണ് വീണ്ടും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ആയുധം താഴെ വയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചതിനെയും സാധാരണക്കാരെ പരിചയായി ഉപയോഗിക്കുന്നതിനെയും നെതന്യാഹു വിമർശിച്ചു. അതിനിടെ ഗാസ മുനമ്പിൽ സഹായം തേടുന്നതിനിടെ കുറഞ്ഞത് 26 പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടുവെന്നും ആശുപത്രികളും ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നു. ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങൾ പ്രദേശത്ത് സൈനിക നടപടികൾ വ്യാപിക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതികൾ പ്രതിഷേധിച്ച് ഒരു പൊതു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെക്കൻ നഗരമായ റഫയെയും ഖാൻ യൂനിസിനെയും വേർതിരിക്കുന്ന പുതുതായി നിർമ്മിച്ച മൊറാഖ് ഇടനാഴിക്ക് സമീപം സഹായ ട്രക്കുമായി കാത്തിരുന്ന 10 പേർ മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്നും നാസർ ആശുപത്രി വ്യക്തമാക്കി. വടക്കൻ ഗാസയിൽ സിക്കിം ക്രോസിംഗിന് സമീപം സഹായത്തിനായി കാത്തിരുന്ന 6 പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിലവിലെ സാഹചര്യങ്ങൾ ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും ബന്ധുക്കളും അടുത്തയാഴ്ച പണിമുടക്ക് പ്രഖ്യാപിക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടതോടെ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യത അന്താരാഷ്ട്ര തലത്തിലും ഇസ്രയേലിനുള്ളിലെ പ്രതിഷേധം ആളിക്കത്തിക്കാൻ കാരണമായിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി ടെൽ അവീവിൽ 10,000 കണക്കിന് ഇസ്രായേലികൾ ഇതുമായി ബന്ധപ്പെട്ട റാലി നടത്തിയിരുന്നു. സമീപ മാസങ്ങളിലെ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിലെ ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിനിടയിലാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള തീരുമാനം പിൻവലിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കുടുംബങ്ങളും അവരുടെ പിന്തുണക്കാരും പണിമുടക്കിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. യുദ്ധം വ്യാപിപ്പിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇവർ സർക്കാരിന് നൽകുന്നത്. എന്നാൽ അത് നെതന്യാഹു ചെവിക്കൊള്ളുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച